കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ചത്? ഡിവിസിബിലിറ്റി ബൈ 2. ഫാക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു, മൾട്ടിപ്പിൾസ് എന്താണെന്ന് പഠിച്ചു, ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും പഠിച്ചു. നെക്സ്റ്റ് വി ഹാവ് ടു സ്റ്റഡി ഡിവിസിബിലിറ്റി ബൈ 3. ഒരു നമ്പർ കിട്ടിയാൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എങ്ങനെ നോക്കാം? 2 കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഈവൺ നമ്പേഴ്സിനെ എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാ ഈവൺ നമ്പേഴ്സും, അതായത് വൺസിന്റെ പ്ലേസിൽ 0, 2, 4, 6, 8 എന്നീ ഡിജിറ്റ്സ് വന്നാല് ആ നമ്പേഴ്സ് ഈവൺ നമ്പേഴ്സ് ആയിരിക്കും. ഈവൺ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ ഡിവിസിബിലിറ്റി ബൈ 3 ചെക്ക് ചെയ്യുന്നേ? A number is divisible by 3 if the sum of its digits is divisible by 3. ഒരു നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നേ? അതിലെ ഡിജിറ്റ്സ്, എത്ര ഡിജിറ്റ്സ് ആണോ ഉള്ളത് ആ ഡിജിറ്റ്സിന്റെ ഒക്കെ സം കൂട്ടി കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. ഇപ്പോ 27 എന്ന് പറയുന്ന നമ്പർ is divisible by 3. നമുക്ക് ചെക്ക് ചെയ്യണം. 27ലെ ഡിജിറ്റ്സ് ഏതൊക്കെയാ? 2ഉം 7ഉം. അപ്പൊ 2ന്റെയും 7ന്റെയും സം കണ്ടുപിടിക്കാം. 2ന്റെയും 7ന്റെയും സം കണ്ടുപിടിക്കാം. 2ന്റെയും 7ന്റെയും സം എത്രയാ? 9. 2 + 7 9 അല്ലേ? അപ്പൊ 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലേ? 9 എന്ന് പറയുന്നത് 3 × 3 അല്ലേ 9 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 27 is divisible by എന്ത് പറയാ? 27 is divisible by 3. അതായത് തന്നിരിക്കുന്ന നമ്പറിലെ ഡിജിറ്റ്സ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3ന്റെ ഒരു മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ആ നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത വേറൊരു നമ്പർ എടുത്ത് നോക്കാം. 183. 183 എന്ന് പറയുന്ന നമ്പറിലെ ഡിജിറ്റ്സിന്റെ സം ഒന്ന് കണ്ടുപിടിച്ചേ. 1 + 8 + 3 എത്രയാ വരിക? 1 + 8 9, 9 + 3 12. നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ 12 ആണ് കിട്ടിയിരുന്നെങ്കിൽ അതിലെ 1 + 2 ചെയ്യാം. 1 + 2 is equal to 3. അതായത് നമ്മൾ ആദ്യം 183ലെ 1ഉം 8ഉം 3ഉം തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടി. 12 ഒരു 2 ഡിജിറ്റ് നമ്പർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 12ലെ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? 183 is divisible by 3. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് പറയാം? ആ നമ്പർ 3
3ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ the number can be divisible by 3. എക്സാമ്പിൾ കൊടുത്തോ നോക്കിയേ. എക്സാമ്പിൾ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. Which of these numbers are divisible by 3? കണ്ടോ 729, 1026, 934, 222, 843. ആദ്യത്തെ നമ്പർ നോക്കി 729. ടെക്സ്റ്റിൽ നോക്കണേ, പേജ് നമ്പർ 109. ഫസ്റ്റ് നമ്പർ 729. 729ലെ 7 + 2 + 9, 7ഉം 2ഉം 9ഉം തമ്മിൽ ആഡ് ചെയ്താൽ എത്ര കിട്ടും? 18 കിട്ടും. ആ 18ലെ 1ഉം 8ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ, അല്ലേ? 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 729 is divisible by 3. അടുത്ത നമ്പർ നോക്കിയേ 1026. 1026. 1 + 0 + 2 + 6. 1ഉം 0ഉം 2ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1026 is divisible by 3. Next number 934. 9 + 3 + 4. 9 + 3 + 4. 16. 16ലെ 1ഉം 6ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. 7 is not a multiple of 3. 7 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ എന്ത് നമുക്ക് പറയാം? 934 is not divisible by 3. നമുക്ക് ആഡ് ചെയ്ത് കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പർ 222. 2 + 2 + 2 is equal to 6. 6 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 222 is divisible by 3. Next number 843. 8 + 4 + 3 is equal to 15. 8ഉം 4ഉം 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 15ലെ 1ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. 6 is a multiple of 3. So 843 is divisible by 3. മനസ്സിലായോ? ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന മനസ്സിലായോ? 3ന്റെ പേജ് നമ്പർ 110 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 110. എക്സൈസ് 4.3. കണ്ടോ? അതിനകത്ത് എ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. സർക്കിൾ ദി നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 2. 2ന്റെ നമ്മൾ ചെയ്തു. അതേപോലെ 3ന്റെ ഒന്ന് കണ്ടുപിടിച്ചേ. നെക്സ്റ്റ് വൺ, സർക്കിൾ ദി നമ്പേഴ്സ് ദാറ്റ് ആർ ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒന്ന് സർക്കിൾ ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചു. എങ്ങനെ ചെയ്യണ്ടേ? ആ നമ്പേഴ്സിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. ഒരു റഫ് പേപ്പർ എടുത്തിട്ട് ഡിജിറ്റ്സ് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് സർക്കിൾ ചെയ്യാം. പെട്ടെന്നൊന്ന് ചെയ്ത് കഴിഞ്ഞില്ലേ? ആൻസർ പറയട്ടെ. ഏതൊക്കെയാ ഡിവിസിബിൾ ബൈ 3 എന്ന് മാത്രം മിസ് വായിച്ചു തരാം. 2501 is divisible by 3. 4848 അതും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന നമ്പർ 4320. പിന്നെ വരുന്ന നമ്പർ 56079. റൗണ്ട് ചെയ്തത് മാത്രമാണ് മിസ് വായിക്കുന്നത്. നെക്സ്റ്റ് 2649. പിന്നെ വരുന്നത് 81079.
423. 81,423. Next. അത്രേ ഉള്ളൂ. ഏതൊക്കെ നമ്പേഴ്സാ? 2,501, 4,848, 4,320, 56,079, 2,649, 81,423. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ഇത്രയും നമ്പേഴ്സ് മാത്രമേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. വേറെ ഏതെങ്കിലും കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അല്ലക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നേ? തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടുന്നതെങ്കിൽ that number can be divided by 3. എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 4. നമ്മൾ 2ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ പഠിച്ചു, 3ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനും പഠിച്ചു. നെക്സ്റ്റ് ഡിവിസിബിലിറ്റി ബൈ 4. എങ്ങനെയാ നമ്മൾ 4ന്റെ ഡിവിസിബിലിറ്റി നോക്കുക? ചെക്ക് ചെയ്യുക എങ്ങനെയാ? A number is divisible by 4 if the last 2 digits collectively are divisible by 4 or if the last 2 digits are zeros. തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ്സ്, ടെൻസിന്റെ പ്ലേസിലുള്ളതും വൺസിന്റെ പ്ലേസിലുള്ളതും, ആ 2 ഡിജിറ്റ്സിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ that whole number can be divided by 4. തന്നിരിക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം? ആ വലിയ നമ്പറിനെ, ആ മൊത്തം നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് വേണം? ഒന്നുകിൽ ആ ലാസ്റ്റ് 2 ഡിജിറ്റ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് സീറോസ് ആവണം. ലാസ്റ്റത്തെ 2 എണ്ണം 2 സീറോ വന്നാല് ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എക്സാമ്പിൾസ് നോക്കി അവിടെ. Which of these numbers are divisible by 4? 7,542. 7,542ന്റെ ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 42. 42നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 അവിടെ റിമൈൻഡർ വരും അല്ലേ? സോ 7,542 is not divisible by 4. 42 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ നമ്പറിനെ 7,542 എന്ന് പറയുന്ന നമ്പറിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമ്പർ 5,964. 5,964. അതിലെ ലാസ്റ്റ് ഡിജിറ്റ്സ് ഏതാ? ലാസ്റ്റ് 2 ഡിജിറ്റ് 64. 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? Yes, we can divide 64 by 4. The quotient will be 16. 16 ആയിരിക്കും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? So 5,964 is divisible by 4. Next number 15,632. 15,632ന്റെ ലാസ്റ്റ് 2 numbers, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് വരുന്നത് 32 ആണ്. 32നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8 into 4 ആണ് 32 അല്ലേ? So we can say 15,632 is divisible by 4. Next number 8,050. Last 2 digits 50 ആണ് വരുന്നത്. 50. 15നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. So it is not divisible by 4. Last one
12,500. 12,500 in the last two digits and zeros are there. Here the last two digits are zeros. So 12,500 is divisible by 4. Appo 4 ന്റെ divisibility നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുക? Last two digits collectively divided by 4 ആണെങ്കിൽ last two digits നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ that number also can be divided by 4. അല്ലെങ്കിൽ എന്ത് വരണം? ലാസ്റ്റ് രണ്ട് സീറോസ് വരണം. Okay, page number 111 on the day. Okay, let's see question and circle the numbers that are divisible by 4. അതൊന്ന് ചെയ്ത് നോക്കിയേ. എങ്ങനെ ചെയ്യണ്ടേ? ലാസ്റ്റ് ടു ഡിജിറ്റ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്തു. പിന്നെ വേറൊരു കാര്യം, ഓഡ് നമ്പേഴ്സിന്റെ കാര്യം നോക്കുകയേ വേണ്ട. ഓഡ് നമ്പേഴ്സിനെ എന്തായാലും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഒഴിവാക്കിക്കോ. ഈവൻ നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന് വിചാരിക്കുന്ന ആൻസർ പറയാം അല്ലേ? ഓരോ നമ്പർ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. 7,294 അതിന്റെ ലാസ്റ്റ് രണ്ട് ഡിജിറ്റ്സ് വരുന്നത് 94 ആണ്. 94നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 7,294നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് 20,008. 20,008 ലാസ്റ്റ് ടു ഡിജിറ്റ്സ് 08 ആണ്. 08 എന്ന് പറയുന്നത് 8 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആ 8നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. So 20,008 can be divided by 4. Next 9,625. Yes or no? No, it is an odd number. അതുകൊണ്ട് എന്തായാലും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. Next 25,621. 71. 71 എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓഡ് നമ്പർ അല്ലേ? 1ൽ അവസാനിക്കുന്നത് ഓഡ് നമ്പർ അല്ലേ? അപ്പൊ അതിനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, then 29,754. 54നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ 62,974. 74നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? No. So it is not divisible by 4. Next one 7,100. Last two digits 0 വരുന്നേ അല്ലേ? രണ്ട് 0 വരുന്നുണ്ട്. So it is divisible by 4. Next 12,567. 12,567. 7 ലാസ്റ്റ് വരുന്നത് കൊണ്ട് അതൊരു ഓഡ് നമ്പർ ആണ്. So it is not divisible by 4. Next one 6,777. 6,777. It is an odd number, so it is not divisible by 4. Next number also is an odd number. 45,657. അതിനെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. Next one 85,692. 85,692. No ആണോ yes ആണോ? 92നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? Yes, we can divide 92 by 4. 23 എന്ന് കിട്ടും. അപ്പൊ എന്ത് പറയാം? This number can be divided by 4.
Next one, 81,153. It is an odd number, so it is not divisible by 4. Next number, 5,052. 5,052. 52 ne 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? 52. 52 പറ്റില്ല? ഒന്നുകൂടി നോക്കിയേ. 52 പറ്റുമോ ഇല്ലയോ? 52 ഡിവൈഡ് ചെയ്യാം. 13 കിട്ടും ആൻസർ. 52 divided by 4 is equal to 13. So 5,052 can be divided by 4. Next one, 4,097. It is an odd number. So it is not divisible by 4. Next one, 70,414. 14 ne namakku 4 കൊണ്ട് divide ചെയ്യാൻ പറ്റില്ല. So this number cannot be divided by 4. Next, 61,709. This is an odd number. So it is not divisible by 4. അപ്പോൾ ഏതൊക്കെ ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്? 20,008, 7,100, 85,692, 5,052. 4 നമ്പേഴ്സ് മാത്രമേ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ഡിവിസിബിലിറ്റി ബൈ 5. അതൊന്നും പഠിക്കാനില്ല, എളുപ്പത്തിൽ മനസ്സിലാവോ? എന്താ ദേവാഞ്ജന? നമ്മൾ ഇപ്പൊ ചെയ്ത കണക്കില് 7,100 ഇല്ലേ? ഉണ്ട്, 7,100 ഉണ്ട്. ഓക്കെ, അടുത്ത ഡിവിസിബിലിറ്റി ബൈ 5 ആണ്. 5ന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ലാസ്റ്റ് വൺസിന്റെ പ്ലേസിൽ എന്ത് വരുന്നുണ്ടോ നോക്കിയാൽ മതി. 5ഓ 0യോ വരുന്നുണ്ടോ നോക്കിയാൽ മതി. വൺസിന്റെ പ്ലേസിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വൺസിന്റെ പ്ലേസിൽ ഒന്നുകിൽ 5 അല്ലെങ്കിൽ 0. ഈ 2 ഡിജിറ്റിൽ ഏതെങ്കിലും ഒന്ന് വരുന്നുണ്ടെങ്കിൽ that number can be divided by 5. ആ എക്സാമ്പിൾ കൊടുത്തു നോക്കിയേ. 120, 2,651, 3,655, 5,554, 1,055. അതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 120 ചെയ്യാം. ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് 120നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2,655നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്, അതുകൊണ്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 3,655 ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, അതിനെ ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് 5,554 പറ്റില്ല, ലാസ്റ്റ് ഡിജിറ്റ് 4 ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് 1,055 അതിനെയും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഇതില് ഹോംവർക്ക് ആയിട്ട് തരാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾ കുറച്ച് നമ്പേഴ്സ് നോട്ടിൽ എഴുതിയെടുത്തോ, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എഴുതിയെടുത്തോ. ഓക്കെ, find out the numbers. Numbers which are divisible by 5. ഓക്കെ, ഇത്രയും നമ്പേഴ്സിനിടയിൽ നിന്ന് ഏതൊക്കെ നമ്പേഴ്സ് ആണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് കണ്ടുപിടിക്കാം.
5,485, 5,698, 45,420, 58,795, 15,400, 45,840, 12,545, 1,520, 16,500, 21,548. ഡൗട്ട് ഉള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. എഴുതിയെടുത്തോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട്, നമ്പേഴ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ, അത് നോക്കിയിട്ട് ഹോംവർക്ക് ഇന്ന് തന്നെ അയച്ചത് കേട്ടോ. ഓക്കെ, ബൈ.